ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ സപ്ലിക്കോയിൽ എക്സാം ഇല്ലാതെ ജോലി നേടാൻ അവസരം വന്നിട്ടുണ്ട്. ഓക്കെ, ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിൽ ജോലി നേടാൻ അവസരം. സപ്ലിക്കോയിൽ പുതിയതായി ഇലക്ട്രീഷ്യൻ അപ്രന്റീസ് നിയമനം നടക്കുന്നുണ്ട്. കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക റിക്രൂട്ട്മെന്റാണ് നടക്കുക. താല്പര്യമുള്ളവർ ജൂലൈ 17 നടക്കുന്ന അഭിമുഖത്തിൽ നേരിട്ട് പങ്കെടുക്കണം. ഇതിന്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവും നോക്കാം. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സപ്ലിക്കോയിൽ അപ്രന്റീസ് ട്രെയിനി ഇലക്ട്രീഷ്യൻ റിക്രൂട്ട്മെന്റ്. കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടക്കുക. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് 30 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് ITI ഇലക്ട്രിക്കൽ യോഗ്യത ഉള്ളവരായിരിക്കണം. അല്ലെങ്കിൽ ഇലക്ട്രിക്കലിൽ ഡിപ്ലോമയോ BTech ഇലക്ട്രിക്കൽ യോഗ്യത ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഫ്രഷേഴ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ജോബിലേക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് ലഭിക്കുന്ന ശമ്പളം എന്നത് പ്രതിമാസം 15,000 രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ഇൻ്റർവ്യൂ എന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സപ്ലിക്കോയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് കരിയർ പോർട്ടലിൽ നൽകിയിട്ടുള്ള ഇലക്ട്രിക്കൽ അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം കാണുക. അതിൽ ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ കൊടുത്തിരിക്കും. ശേഷം തന്നിരിക്കുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ചിട്ട് ഏറ്റവും പുതിയ CV ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകണം. ഇൻ്റർവ്യൂ ജൂലൈ 17 രാവിലെ 11 മണിക്ക് ആരംഭിക്കുന്നതാണ്. ഇൻ്റർവ്യൂ സമയത്ത് പ്രായം അതേപോലെ തന്നെ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കോപ്പികളും കൈവശം ഉണ്ടായിരിക്കണം. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാകേണ്ടതാണ്. ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കുക. ആ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇൻ്റർവ്യൂവിൽ ഹാജരാകുക. ഓക്കെ, താങ്ക് യു.